ശ്രീ PM ആർഷോ, മലബാറിൽ എത്ര അധിക ബാച്ച് നിങ്ങൾ അനുവദിച്ചു? 226 ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അതിൽ 131 പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാതിരുന്ന ഇടങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു. ഇതൊരു കണക്കാണ് KM അഭിജിത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ ശ്രീ PM ആർഷോ പറഞ്ഞു, സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷമായി അല്ലെങ്കിൽ അതിനു മുൻപ് CPM ഭരിച്ച കാലത്തൊക്കെ പ്രീ ഡിഗ്രി മാറി +2 വരുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ സീറ്റ് പ്രശ്നം പരിഹരിക്കാനും ഹയർ സെക്കൻഡറി മേഖലയിൽ ആവശ്യമായ സ്കൂളുകൾ അനുവദിക്കാനും ഇടത് സർക്കാരുകൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്ന് KM അഭിജിത്ത് വെച്ചതുപോലെ മുന്നോട്ട് വെക്കാൻ ഒരു കണക്ക് അങ്ങയുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും കണക്ക് അവതരിപ്പിക്കുന്നതിനകത്തൊരു പ്രയാസമില്ല. വിവിധ ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അനുവദിച്ച 671 +2 ബാച്ചുകളാണുള്ളത്. നിലവിൽ UDF ഗവൺമെൻറ്റുകൾ വിവിധ ഘട്ടത്തിൽ കേരളത്തിനകത്ത് അധികാരത്തിലിരുന്നു. ആ ഘട്ടത്തിൽ 449 +2 ബാച്ചുകളാണ് അവരനുവദിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇനി വലിയ തോതിലുള്ള കഥ ബീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2010 MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ 179 സ്കൂളുകൾ മലപ്പുറം ജില്ലക്കകത്ത് അധികമായി അനുവദിക്കുന്ന ഘട്ടത്തിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ 179 എണ്ണം ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായി സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് KM അഭിജിത്ത്. മലപ്പുറം ജില്ലക്കകത്ത് അധികമായി സ്കൂൾ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് എയ്ഡഡ് മേഖലകൾക്കകത്ത് സ്കൂൾ അനുവദിച്ച ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള സമരം നടത്തിയതിൻ്റെ ചരിത്രമൊന്നും അഭിജിത്തും മറന്നു പോകേണ്ടതായിട്ടില്ല. നമുക്കെടുക്കാം, ഓരോ ഘട്ടത്തിലും വിവിധ ഗവൺമെൻറ്റുകൾ അനുവദിച്ച സീറ്റുകളുടെ എണ്ണം എടുത്താൽ, അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം എടുത്താൽ എണ്ണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം തന്നെ ചർച്ച ചെയ്തു പോകണമെന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നു അവരന്ന് ഉയർത്തിയ ഒരു പ്രതിഷേധം? ശ്രീ PM ആർഷോ, കോൺഗ്രസ് സമരം നടത്തി. സ്കൂൾ അനുവദിക്കുന്നതിൽ പ്രതിഷേധം നടത്തേണ്ട കാര്യം എന്താണ്? സ്കൂൾ അനുവദിക്കാതെ തെക്കൻ ഞാൻ ഈ ചർച്ചയിൽ ഇടപെടുകയല്ല. ഒറ്റ ചോദ്യം, UDF എത്ര ബാച്ച് അനുവദിച്ചു എന്നാണ് ആർഷോ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? UDF എത്ര സീറ്റ് അനുവദിച്ചു എന്നാണ് ആർഷോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? 449 +2 ബാച്ചുകൾ. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട ആർഷോ, നിങ്ങൾ ഞാൻ അതിന് മറുപടി പറയാമോ? അദ്ദേഹം അനുവദിച്ച മറുപടി തരാം. അല്ല, അങ്ങനെയാണെങ്കിൽ അഭിജിത്ത് മാത്രമേ ചർച്ച നടത്തിക്കൂ. അല്ല എന്താവുക? അല്ല, ഇതിപ്പോ നേരത്തെ KM അഭിജിത്ത് സംസാരിച്ച സമയത്ത് PM ആർഷോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഭിജിത്ത് വ്യക്തിപരമായി തെറ്റായ വിവരം പറഞ്ഞ ഘട്ടത്തിൽ ഞാൻ ഇടപെട്ട്. അല്ല, അങ്ങ് പറഞ്ഞ കണക്കിൽ തെറ്റുണ്ടെന്ന് അഭിജിത്തിനും തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്തായാലും PM ആർഷോ ചെയ്യൂ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അല്ല, അഭിജിത്ത് ഞാൻ പ്രാദേശികവാദം ഉന്നയിച്ചു എന്ന നിലയിലേക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിനെ തിരുത്തേണ്ടുന്ന അവതാരക തിരുത്താൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ചോദ്യത്തിൽ എല്ലാവരും മറുപടി പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല. നിങ്ങളുടെ അടുത്ത ഒഴുക്കിൽ നിങ്ങൾ തിരുത്തട്ടെ എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് ആദ്യം ഇടപെട്ട ആർഷോ ആയതുകൊണ്ടാണ് ഇത്തവണ അഭിജിത്ത് ഇടപെട്ടപ്പോൾ ഞാൻ തടയാതിരുന്നത്. ശരി, അതുകൊണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ. അഭിജിത്ത് പ്രാദേശികവാദമാണ് ഉന്നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അല്ല, ഒരു മിനിറ്റ്, അത് നമുക്ക് ക്ലാരിറ്റി വരുത്തി പോകാം. അങ്ങനെയാണെങ്കിൽ ശ്രീ PM ആർഷോ, അതായത് അങ്ങ് പറഞ്ഞു ഈ പറയുന്ന +2 ബാച്ചുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം മേഖലയെ മാത്രം അങ്ങ് പറഞ്ഞതാണല്ലോ അല്ലെ? അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താം, മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയെ മാത്രം. ഞാനൊന്ന് പറയട്ടെ ശ്രീ PM ആർഷോ, അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ. മലബാർ മേഖലയെ മാത്രം പിന്നോട്ടടിക്കുന്നു എന്ന ഒരു പ്രചാരണം ഇവർ നടത്തുന്നു എന്ന് ആർഷോ ആരോപിച്ചില്ലേ? മാധുവിന്റെ ഇൻട്രോ എന്തായിരുന്നു? എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? എന്താ ആർഷോ ചോദിച്ചോ ഇല്ലയോ? ഞാൻ എവിടെയെങ്കിലും വിളിച്ചോ? അല്ല, പ്രാദേശികവാദം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാദേശികവാദമെന്ന് ഞാൻ വിളിച്ചോ? നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, ഞാൻ അതിലില്ല. നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, ഞാൻ അതിലില്ല. ഞാൻ ചോദിച്ച ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ആർഷോ. ഞാൻ പറയുന്നത് ക്ലിയർ ആകും. അങ്ങ് ആ വാക്ക് അല്ലല്ല, അത് വിട്ടുകളയാൻ അങ്ങനെ പറയേണ്ട എങ്കിൽ പറയേണ്ട എന്ന് KM അഭിജിത്ത് പറഞ്ഞു. ഇത് നോക്കൂ, നമ്മൾ ഈ വ്യാകരണ ക്ലാസ് അല്ലല്ലോ നടത്തുന്നത്. ഒന്ന് പറയട്ടെ ആർഷോ.
അങ്ങ് ആ പ്രാദേശികവാദം എന്ന അല്ല പറയാൻ സമ്മതിക്കോ? അത് തെറ്റായി ഒന്ന് പറയാൻ സമ്മതിക്കുമോ? അത് തെറ്റായി അവതരിപ്പിക്കലാണല്ലോ. തെറ്റെന്ന് അഭിജിത്ത് പറഞ്ഞല്ലോ, വേണമെങ്കിൽ അത് ഉപയോഗിക്കണ്ട എന്ന് ചർച്ച ചെയ്ത് പറഞ്ഞല്ലോ. ഞാൻ ഇടപെട്ടില്ല. ഞാൻ ആർഷോ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. കെ എം അഭിജിത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. ആദ്യഘട്ടമല്ലേ ഇടപെടണ്ട എന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ഈ മാധ്യമപ്രവർത്തകർ ഇടപെടുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ആദ്യഘട്ടമല്ലേ അവനവന്റെ വാദം പറഞ്ഞു പോകട്ടെ എന്നൊരു ജനാധിപത്യത്തിന്റെ പേരിൽ വിചാരിച്ചു എന്നേ ഉള്ളൂ. ആർഷോ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല, അഭിജിത്ത് പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ഇടപെടാമല്ലോ. ജനാധിപത്യത്തിന്റെ പുറത്ത് തോന്നിവാസം പറഞ്ഞപ്പോ നിങ്ങൾ ഇടപെടാതിരുന്നോണ്ട് ഞാൻ ഇടപെട്ടു. അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ അങ്ങ് ഇടപെടുക. എനിക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും. അഭിജിത്തിന് തോന്നുന്ന കാര്യത്തിൽ അഭിജിത്ത് ഇടപെടും. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് വളരെ മനോഹരമായി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലാന്ന് വിചാരിക്കരുത്. അങ്ങ് ഇടപെട്ടതിന് ന്യായീകരണം ഉണ്ടെന്നേ. ന്യായീകരണം ഉണ്ട്. അങ്ങ് പറഞ്ഞല്ലോ അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നിയോണ്ട് അങ്ങ് ഇടപെട്ടു. മറ്റുള്ളവരും അങ്ങനെ തന്നെ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാം. നിങ്ങൾക്ക് പല ന്യായീകരണം ഉണ്ടാവും. ഞാൻ എന്റെ ഭാവം പറയട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞല്ലോ മലബാർ മേഖലയെ പ്ലസ് ടു ബാച്ചുകളുടെ കാര്യത്തിൽ പ്ലസ് ടു സീറ്റുകളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് കോൺഗ്രസും ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത് എന്ന് അങ്ങ് പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? പ്രാദേശികവാദം എന്ന് ഞാൻ പറഞ്ഞില്ല ഹർഷോ. പ്രാദേശികവാദം എന്ന് ഞാൻ പറഞ്ഞില്ല ഹർഷോ. ഞാൻ പറഞ്ഞില്ലെന്നേ. അഭിജിത്ത് പറഞ്ഞ കാര്യം അഭിജിത്ത് സമ്മതിച്ചു. അഭിജിത്ത് പറഞ്ഞ കാര്യം അഭിജിത്ത് സമ്മതിച്ചു. വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കണ്ട എന്നും അഭിജിത്ത് പറഞ്ഞു. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു വാക്ക് ഉപയോഗിച്ചു. അല്ല, ഒരാളൊരു വാക്ക് ഉപയോഗിച്ചു. അങ്ങ് അതിനെ പ്രൊട്ടസ്റ്റ്. ഞാൻ ഇടപെടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ആർഷോ. ഞാൻ ഇടപെടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല, അദ്ദേഹം പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. ആദ്യഘട്ടം ആയതുകൊണ്ട് അത് ഇനി എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കരുത് പ്ലീസ്. സമയമാണ് കളയുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ഇത്തവണ ചോദിച്ചൊരു ചോദ്യം അഭിജിത്ത് ചോദിച്ചു. 226 സ്കൂളുകൾ. പൂർത്തീകരിക്കൂ. എന്റെ വാദം പറഞ്ഞ് പൂർത്തീകരിക്കാമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മലപ്പുറം ജില്ലക്കകത്തുള്ള ആകെ അപേക്ഷകരുടെ എണ്ണം 82,446 അതിൽ നേരത്തെ മന്ത്രി തെറ്റായ കണക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞ കണക്കിനകത്ത് വേറെ തെറ്റൊന്നുമില്ല. മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള 74,840 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്കകത്ത് ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലസ് 1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. 7,606 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അത് മലപ്പുറം ജില്ലക്കകത്ത് മാത്രമല്ല, എല്ലാ ജില്ലക്കകത്തും സമാനമായ നിലയിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കകത്ത് ആകെ 48,156 വിദ്യാർത്ഥികൾ അഡ്മിഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 43,846 വിദ്യാർത്ഥികൾ മാത്രമേ കോഴിക്കോട് ജില്ലക്കകത്തുള്ളൂ. അവിടെയും കണക്ക് അവസാനിക്കുന്നില്ലല്ലോ. ഈ വിദ്യാർത്ഥികളുടെ ആദ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ചു. ആദ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം 10,897 വിദ്യാർത്ഥികളാണ്. മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അലോട്ട്മെന്റ് വന്ന് അവർ അപ്ലൈ ചെയ്ത വിവിധ ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ അവർക്ക് അലോട്ട്മെന്റ് വന്ന് അഡ്മിഷൻ എടുക്കാതെ സ്വാഭാവികമായും അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പുറത്തുപോയ 10,897 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 7,530 വിദ്യാർത്ഥികളുണ്ട്. ഇതിൽ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇവിടെ പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഈ പറഞ്ഞ പ്ലസ് 1 പ്ലസ് 2 വിദ്യാഭ്യാസം അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറ്റേതെങ്കിലും സ്ട്രീമിലേക്ക് പോളിടെക്നിക് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ITI ഉൾപ്പെടെയുള്ള സാധ്യതകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CBSE ഉൾപ്പെടെ ICSE ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. ഇനി അതിന്റെ അപ്പുറത്തൊക്കെയുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് മുഴുവൻ വിഷയമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി, അല്ലെ കഴിഞ്ഞ തവണ നമ്മളെ മുന്നിൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അഡ്മിഷൻ എടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയതിന്റെ പുറത്ത് അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തേക്ക് പോയ വിദ്യാർത്ഥികൾ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഉണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിൽക്കുന്നത് ഇപ്പൊ തന്നെ
10,000-കണക്കിന് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭ്യമായിട്ടും അഡ്മിഷൻ എടുക്കാതെ ഈ സംവിധാനത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ സർക്കാരിന് കവചൊരുക്കുകയാണെന്ന്. ഞങ്ങൾ ഒരു സർക്കാരിനും കവചൊരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. SFIയുടെ നിലപാട് വളരെ കൃത്യമായിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളോടൊപ്പമാണ് എന്നുള്ളതിനകത്തും തർക്കമില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഇനിയിപ്പോ ഈ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ അഭിജിത്ത് വലിയ സമരവീര്യം പറയുന്നുണ്ടല്ലോ. ഇതിനു മുൻപ് 8 വർഷത്തിന് മുൻപ് മലബാറിനകത്ത് പ്ലസ് 1 സീറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? മലപ്പുറം ഉൾപ്പെടെ, കോഴിക്കോട് ഉൾപ്പെടെ, പാലക്കാട് ഉൾപ്പെടെ, കണ്ണൂർ ഉൾപ്പെടെ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്കകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന ഘട്ടത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടായിരുന്നത്. അതിനു മുൻപ് വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ നിങ്ങൾ കൊടിയെടുത്ത് സമരം ചെയ്തോ? അന്ന് KSUവിന്റെ ഭാരവാഹിയായിരുന്നില്ല അഭിജിത്ത് ഉൾപ്പെടെ സമരം ചെയ്യുന്ന MSF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ ഘട്ടത്തിൽ UDF മിനിസ്റ്ററുടെ സമയത്ത് സമരത്തിന് തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ലല്ലോ. നിങ്ങൾ ഈ ഘട്ടത്തിലല്ലേ സമരത്തിന് തയ്യാറായത്? ഞങ്ങളും ആ ഘട്ടത്തിൽ സമരത്തിന് തയ്യാറായിട്ടില്ല. UDF മിനിസ്റ്ററുടെ സമയത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്തിരുന്നു. ആ സമരം ചെയ്ത ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ മാത്രമല്ല ഇത്തവണയും SFI അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ പുറത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഞാൻ വരാം. ഭാഗമായിട്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. ഒറ്റ പോയിന്റ് അതിദീർഘമാണ്. രണ്ടാം ഘട്ടം നമ്മൾ തർക്കമുണ്ടായിരുന്നു. ശരിയാണ്, എന്നാലും അതിദീർഘമാണ്. സമരത്തിലേക്ക് പോകുമെന്നാണ്. ശരി, ഈ ഘട്ടത്തിൽ സമരത്തിലേക്ക് പോകും പരിഹരിച്ചില്ലെങ്കിൽ എന്ന്